ആക്ഷൻ ഫാൻബല. ഹായ് ഹലോ വെൽക്കം ടു ഫാൻബലാസ് ഗോൾഡൻ ആർട്ട്. ചളിവാരി എറിയുന്നതായിരുന്നു പ്രധാനമായിട്ട് സെറ്റിലെ ഹോബി. ചളിവാരി എറിയത് പ്രശംസിക്കല്ലേ ഇത് അങ്ങോട്ട് നമ്മൾ പ്രശംസിക്കല്ലേ ഇത് അങ്ങോട്ട് ചെളികാരി നമ്മൾ സമയം കിട്ടില്ല. ഫുൾ ചവിട്ട് ഇടിയും ബഹളമായിരുന്നു. എത്ര സാഹസത്തിന് മിനിമം ഒരു 7 ഗ്രൂപ്പോ അപ്പുറത്ത് മുറിയടച്ചിരുന്ന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സൈൻചേട്ടൻ ആക്ച്വലി എനിക്ക് സൈൻചേട്ടൻ നാച്ചുറലിയുടെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളി ഫുൾ എൻജോയ് ചെയ്ത് ചിരിച്ച് പുള്ളിയുടെ ഫേസിൽ ഒരു അത്ഭുതമുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. ഞാൻ ചെയ്തൊക്കെ ഇതിലായിരിക്കും. ഇതൊക്കെ എന്ത് ഞാനും ജയ്ശ്രീ ആക്ച്വലി ഇതിന് മുന്നേ പണ്ടൊരു പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ലവ് അല്ലേ? അന്ന് നിങ്ങൾക്ക് അറിയായിരുന്നോ സാഹസത്തിൽ നിങ്ങൾ? ഞങ്ങൾ ഗണിച്ചിരുന്നു. ബാക്കി സ്ക്രീനിൽ ശേഷം സ്ക്രീനിൽ ഓഗസ്റ്റ് 8 സോ ഒരുപാട് സാഹസികരായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ And you are witnessing one. ഞങ്ങള് ഹെക്ടിക് ആയിട്ടുള്ള ഇതില് കാര്യം ഞങ്ങൾ നിർബന്ധിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങളോട് പിണങ്ങിയിരിക്കുക. 2 മിനിറ്റ് ഞങ്ങൾ സോൾവ് ചെയ്ത് തിരിച്ചുകൊണ്ടിരാം. ഇവിടെ ക്യാമിയോ റോൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. 2 മിനിറ്റിനുള്ളിൽ റെഡി ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. പിണക്കം എനിക്കറിയാം. സമയം എടുത്തോ, 2 മിനിറ്റ് എടുത്തോ. സമയം എടുത്ത് തിരിച്ചു. എനിവേ ഗൈസ്, നമ്മളോടൊപ്പം സാഹസം ടീമാണ്. ഹായ് ഓൾ, വെൽക്കം. ഹായ് ഫാൻബല. ശരിക്കും ഫാൻബല എന്നാണ് പേര്. ആ കുട്ടിയുടെ പേരല്ല, എന്റെ പേരല്ല. ചാനലിന്റെ പേര് ഞാൻ ഫാൻബല. കുറച്ച് പേരോട് എന്താ പേര് ഫാൻബല, എനിക്ക് സംശയം തോന്നി. ഞാൻ എന്താ പേരെന്താ വെൽക്കം ടു ഫാൻബല. ഞാൻ ശരിക്കും ഫാൻബല. ഞാൻ അങ്ങനെ എന്റെ പേര് അനില. അനില. ചാനലിന്റെ പേര് ഫാൻബല. ഓക്കേ. പിന്നെ അപ്പൊ അടുത്ത ചളി ചോദ്യം ചോദിക്കട്ടെ? എന്താണ് സാഹസം? അല്ല, എല്ലാരും ഏത് മൂടില്ല? ഞങ്ങൾ സാഹസം കൂടില്ല. ഞങ്ങൾ എല്ലാരും സാഹസ മോഡിലാണ്. പിണക്ക മോഡിലാണ്. ഇപ്പൊ തിരിച്ചു ഞാൻ ചാർജ് മോഡിലാണ്. ഓക്കെ, ഇത്രയും വെറൈറ്റി പാടല്ലേ. ഞാൻ ഫുൾ ഡാൻസ് മൂഡിലാണ്. മറാൻസി ഏത് മൂടില്ല? വിശപ്പ് മൂടിലാണോ? അല്ല, വയ്യ മൂഡില. ഇത് 3ാമത്തെ ഇൻട്രോ വയ്യ. മൂട് ഏത് മൂടില്ല? ചെറിയൊരു ടെൻഷൻ മൂഡില്ല. റംസാന്റെ മൂഡ് എന്താ പറഞ്ഞു വരുവാ? അല്ല, ക്ലാസ് ശ്രദ്ധിക്കില്ല. അല്ല, നായകൻ അതൊന്നും നമ്മള് ഒരു പരിപാടി ഇത്രയും പണിയെടുത്ത് ചെയ്താണല്ലോ. ഓഡിയൻസ് അതെങ്ങനെ എടുക്കും, ഓഡിയൻസിന് ഇഷ്ടാവും ഒക്കെ മനസ്സിലോടുന്നുണ്ട്. നന്നാവുന്നു പ്രതീക്ഷിക്കുന്നു. പാട്ട് ഞാൻ കണ്ടായിരുന്നു. 22ാമത്തെ സെക്കൻഡ് എനിക്ക് ഇഷ്ടായില്ല. അപ്പോഴാണ് മറ്റേ ഗൗരി റംസാനും റംസാൻ സ്ക്വാഡ് ഗേൾസിലുള്ളതാ. ആ സാധനം ഒന്നും പറഞ്ഞു. അത് 22ാമത്തെ സെക്കൻഡ് അനിലേക്ക് ഇഷ്ടമില്ല. ഞാൻ ഒഴിവാക്കി. മറ്റേ സന്തത സഖി ആ പാട്ടാട്ടോ വന്നത്. അതിന്റെ സെക്കൻഡിന്റെ ഇഷ്ടം. അതാണ് ഗൗരി റംസാൻ വളരെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റിയില്ല. പ്രൊഡ്യൂസ്ഡ് ബൈ അതാണ്, അങ്ങനെയാണ് കാണിച്ചത്. അടുത്തത് എന്താന്ന് അറിയാൻ പറ്റാത്ത അനിലെ സിനിമ കണ്ടോ? ആ പിന്നെ ഇവന്റെ ഗേൾ സ്ക്വാഡ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോകും. അത് സത്യം കേട്ടോ. അതായത് ഇപ്പഴത്തെ നമ്മള് ഫുൾ മോഡ് ഫുൾ സെറ്റ് ആക്കി വെക്കുമ്പോഴത്തേക്കും ഇപ്പഴത്തെ നമ്മള് റൊമാൻസ് പാട്ട്. അപ്പൊ ഏതാണ് ശരിക്കും നമ്മൾ എന്താണ് സാഹസം മൂഡ് ശരിക്കും എന്താ? ഇനിയും ജോണേഴ്സ് വരാനുണ്ട്, ഇനിയും പാട്ടുകൾ വരാനുണ്ട്. അപ്പൊ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ടീച്ചർ കണ്ടോ? അതിലേത് മൂടാ തോന്നിയത്? അതിലിച്ചിരി സസ്പെൻസ് സെറ്റപ്പ്. അപ്പൊ തന്നെ ഇപ്പൊ 3 മൂഡ് കണ്ടത് നിങ്ങൾ. ഇനി എന്താ?
കോമഡി എവിടെയെങ്കിലും ഉണ്ടോ ഇത്രയും ഭയങ്കര മൂഡ് ശരിക്കും എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ ഇനിയുണ്ട് ഇമോഷൻസ് വരാനായിട്ട്. ഇനി സോങ്സ് റിലീസ് ചെയ്യാനുണ്ട്, പിന്നെ ട്രെയിലർ വരാനുണ്ട്. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഏകദേശം എല്ലാ മൂഡും നമ്മൾ എക്സ്പ്രസ് ചെയ്യുമായിരിക്കും. പിന്നെ അതിന്റെ ഒരു വലിയ പരിപാടിയായിരിക്കും സാഹസം പടം. ഓക്കെ, ഇവരെല്ലാരെയും പാട്ടില് മറ്റേ ഡയറക്ട് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഇല്ല, ആക്ച്വലി എളുപ്പമായിരുന്നു. ഇവരെ പഠിപ്പിക്കണം എനിക്ക് വലിയ പാടുണ്ടായില്ല. ശാസ്ത്രീയമായിട്ട് നൃത്തം പഠിച്ച അതെ അതെ അല്ല, ഓരോരുത്തർക്കും ഓരോ ബോഡി ലാംഗ്വേജ്. മറ്റേ മാവേലിന്റെ റോളായിരുന്നു. അപ്പൊ പറഞ്ഞു ഇപ്പൊ അതിനൊന്നും മനസ്സ് വെച്ചാ ഇവിടുത്തെ ഇങ്ങനെ തിരിഞ്ഞു വരും. അല്ല റംസാൻ എന്തായിരുന്നു മാത്രം സജ്ജൻ 3 തവണ അണ്ണാക്കി പിരിവിട്ടിരുന്നത്. അതിപ്പോ റെഡി ആവും കേട്ടോ. അന്നൊന്ന് ഗ്രൂവിലായിക്കോട്ടെ. കുഴപ്പമില്ല. ഇനി വേറെ കാര്യം ചെയ്യാതെ പോയി ആ മൂഡ് പോയതൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇത് പറ. അല്ല, ഞാൻ പറഞ്ഞത് ഇവർക്ക് എല്ലാവർക്കും ഓരോ ബോഡി ലാംഗ്വേജ് ഉണ്ട്. അവരുടെ ഡാൻസിന് അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്. അപ്പൊ അതൊന്നും ബ്രേക്ക് ചെയ്ത് ഞാൻ ഇവർ ഇത് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. ഇന്ന സ്റ്റെപ്പാണ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം എന്നുള്ളതായിരുന്നു. സോ അതിനുള്ള എല്ലാ ഫ്രീഡം വെൽക്കം ശബരീഷ് വർമ്മ. അല്ല, ഇവരുടെ ഓരോരുത്തരുടെ ഡാൻസ് ചെയ്യിപ്പിച്ചപ്പോ ഇവരുടെ ഓരോരുത്തരുടെയും ഒരു ഐഡന്റിഫൈ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകം വിളിച്ച് ഇത് ചെയ്തായിരുന്നു, പുറത്തേക്ക് തട്ടി. ഇല്ല, ജയ്സൺ ഡാൻസ് കളിക്കുന്ന എനിക്കറിയാം. ഡാൻസറാണ്, ക്ലാസിക്കൽ ട്രെയിൻ ഡാൻസറാണ്. പിന്നെ ജീവ കളിക്കില്ലാന്ന് എനിക്കറിയാം. വാശിയാ. എന്നിട്ട് കളിച്ചത്രയും അത് 2 ദിവസം പ്രാക്ടീസ് ചെയ്ത് പോലില്ല. ബ്രില്യൻസ്. പിന്നെ സൈൻ ചേട്ടൻ ആക്ച്വലി എനിക്ക് സൈൻ ചേട്ടൻ ഡാൻസ് കളിയുടെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളി ഫുൾ എൻജോയ് ചെയ്ത് ചിരിച്ച് പുള്ളിയുടെ ഫേസിൽ ഒരു അത്ഭുതമുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. അറിയില്ലാത്തതിന്റെ ഒരു സംഭവത്തിൽ. പക്ഷെ അതിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. വർഷം നന്നായിട്ട് ഡാൻസ് കളിക്കും. ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഡാൻസ് കളിക്കും. ഹരി ഇൻട്രോവേർട്ട് ആവുന്നേ ഉള്ളൂ, ഭയങ്കര ഡാൻസാ. ഹരി ആക്ച്വലി ഡാൻസ് പഠിപ്പിക്കുന്ന ടൈമിൽ കുറച്ച് ടെൻഷനും കുറച്ച് ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവൻ ക്യാരക്ടർ പിടിച്ചിരിക്കുന്നു. പിന്നെ അടിപൊളി. പക്ഷെ കളിച്ചു വന്നപ്പോ പക്ഷെ ഷൂട്ടിന് അന്ന് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ആർട്ടിസ്റ്റ്. നമ്മള് പ്രൊമോഷൻ സമയത്ത് കാലിക്കട്ട് പുഴുവൊക്കെ അടിച്ചു ബെഡില്. പിന്നെ ശബരീഷ് ചേട്ടൻ പുള്ളി ഫുൾ ഓണാണ്. നിങ്ങൾ വീഡിയോ തന്നെ കണ്ടറിയാം എന്ത് എൻജോയ് ചെയ്താണ്. ഇങ്ങനെ ഇനിയും ആർട്ടിസ്റ്റുകൾ കത്തി എല്ലാവരും ഇനിയും ഡാനിയറിയില്ല. ശരിക്കും ഈ പാട്ടിന്റെ ഒരു ഐഡിയ സംഭവം എങ്ങനെയായിരുന്നു? ലൈക്ക് ഓക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് ചെയ്യാം, ആ ഒരു അല്ല പാട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ബിബിൻ ചേട്ടൻ ചെയ്യാം, ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാം, ആ ഒരു സാധനം നമ്മുടെ ഇങ്ങനൊരു വിഷ്വല് ചെയ്യാം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് എങ്ങനെയാന്നുള്ളതായിരുന്നു എന്റെ കയ്യിലുണ്ടായിരുന്നത്. പാട്ട് പാട്ടിന്റെ ചർച്ച അവരോട് ചോദിക്കണം. വിനായക് ശശി ചേർന്ന് ചെയ്ത പാട്ടാണ്. പാട്ട് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം. പാട്ടാണ് ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴേ പാട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പ്രൊമോ ആയിട്ട് യൂസ് ചെയ്തു. അല്ല, അതിന്റെ ഫുൾ വേർഷൻ നമ്മൾ പ്രൊമോ ആയിട്ട് ഇറക്കിയെന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാരും ശരിക്കും ആ തുടക്കം മുതലേ ഇതിൽ ഇന്നാണോ ഈ സിനിമയില്? അങ്ങനെയില്ല, എല്ലാരും ഇല്ല. ഇല്ല, ചേട്ടൻ പറഞ്ഞോ? അല്ല, എല്ലാരും ഇല്ല. എല്ലാരും ഇങ്ങനെ ഇതിന്റെ യാത്രയിൽ വന്നു ചേർന്ന ആൾക്കാരാണ്. കാർന്നൂർ ജീവയാണ് കാർന്നൂർ. ജീവ ഈ പടത്തിന് മുമ്പേ ഉണ്ട്. പടം ഉണ്ടാവുന്നതിന് മുമ്പേ 21 ഗ്രാംസ് കഴിഞ്ഞപ്പോൾ ഞാനുണ്ട്. 21 ഗ്രാംസിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറുമാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സിനിമ കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അവരുടെ കൂടെ ഉണ്ട്. ഈ മൂവിയിൽ അപ്പം മുതൽ ഇതിന്റെ സംസാരം നടക്കുന്നുണ്ട്, ഇതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്, കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാനുണ്ട്. ഇവരെയൊക്കെ സെലക്ട് ചെയ്യാനുള്ള പ്ലാനൊക്കെ അതല്ലേ ഇതിന്റെ കോൾ എല്ലാം എടുത്തിരിക്കുന്നത് ബിപിൻ ഡയറക്ടറാണ്. നമ്മള് എല്ലാത്തിനും സജഷൻ ചോദിക്കും, ഇന്ന ആളെങ്ങനെ ഉണ്ടായിരിക്കും, നമ്മള് നല്ലതായിരിക്കും, അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു റംസാൻ ആണ് നമ്മള് ജീവനായിട്ട് വിളിക്കും. വർഷയുടെ ഒന്നും ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞ അപ്പത്തിന് ബ്ലോക്ക് ചെയ്തു. ഞാൻ അങ്ങനെ ചെയ്യണം കിട്ടാ. ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി. ഒഴിവാക്കാൻ ശ്രമിച്ചേ. അതന്നെ പരസ്പരം ഇങ്ങനെ തന്നെയാണ്. ചളിവാരി എറിയുന്നതായിരുന്നു പ്രധാനമായിട്ട് സെറ്റിലെ ഹോബി. ചളിവാരി എറിയ ഇത് പ്രശംസിക്കല്ലേ? ഇത് അങ്ങോട്ട് നമ്മൾ പ്രശംസിക്കല്ലേ ചെയ്തേ. അതിന് നേരുണ്ടായിരുന്നില്ല. അങ്ങോട്ട് ചളിവാരി ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഫുൾ ചവിട്ട് ഇടിയും ബഹളമായിരുന്നു. അതെ, ഫുള്ള് അടിയായിരുന്നു. ഇനി അന്ന് ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞോ, എന്താ സംഭവം? ലേറ്റ് ആയിട്ട് വന്ന ആൾക്ക് പണിഷ്മെന്റ് ഇപ്പോഴല്ലേ എല്ലാരും പറയണത്. അപ്പൊ ഞാനാദ്യം പറയാം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സാം എന്നാണ്. ഞാനൊരു IT ഉദ്യോഗസ്ഥനാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് റംസാൻ, ജയശ്രീ, സജിൻ. ഞങ്ങളുടെ ഹെഡാണ് ഹരി. ഞങ്ങളുടെയും മുകളിൽ ഒരാളുണ്ട് ടെസ്റ്റ് ചേച്ചി. അതിൻ്റെ മുകളിലുണ്ട്, അവരെ നമുക്ക് ഈ പറഞ്ഞിട്ടില്ല. അവരെ അങ്ങനെ അവിടെ അതുമായി ബന്ധപ്പെട്ട് കഥയിലൊരു കാര്യം നടക്കുന്നു.
കഥയുടെ പല പല ഭാഗങ്ങളിൽ പല പല കാര്യങ്ങൾ നടക്കുന്നു. പല പല ആളുകൾ വന്നു ചേർന്ന് ഒരു സംഭവത്തിലേക്ക് വരുന്ന സാഹസികമായ യാത്രയാണ് ഈ സാഹസം സിനിമ. രണ്ടുപേരും മൗനം. സമാപ്തം. റംസു. കഴിഞ്ഞു. അടുത്ത ആള്. എന്റെ ക്യാരക്ടറിന്റെ പേര് ജീവൻ എന്നാണ്. എന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് ഗൗരിയാണ്. അപ്പോൾ ഞങ്ങളുടെ കഥ പറയുന്നുണ്ട് ഈ സിനിമയിൽ. ഞങ്ങളുടെ കഥയിൽ വേറെ പലരും വന്ന് ചേരുന്നുണ്ട്. അതിനെല്ലാത്തിനും ഒരു ക്ലൈമാക്സ് ഉണ്ട് സിനിമയ്ക്ക്. അങ്ങനെ സംഭവിക്കുന്നു. ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് പറ്റില്ല ഇപ്പോൾ. അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. എവിടെ നിർത്തും? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു. അതന്നെ നമ്മള് ഇപ്പൊ യോജിക്കുന്നു പറഞ്ഞു എന്നോട്. ഞാനും ജയശ്രീ ആക്ച്വലി ഇതിനു മുന്നേ പണ്ടൊരു പടം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ലവ് അല്ലെ? ഡോക്ടർ ലവ് എന്ന് പറയുന്ന പടത്തിൽ ഞങ്ങള് ഉണ്ട് രണ്ടുപേരും, പക്ഷെ പല സീൻസിലായിട്ടായിരുന്നു. രണ്ടുപേരും ചാക്കോച്ചനും കുട്ടിക്കാരൻ, ഞാൻ ഭാവനയുടെ കുട്ടിക്കാരൻ. പക്ഷെ രണ്ട് കാലഘട്ടത്തിലെ കുട്ടിക്കാരൻ. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അന്ന് നിങ്ങൾക്ക് അറിയായിരുന്നോ സാഹസത്തിൽ നിങ്ങൾ അറിഞ്ഞിരുന്നു. ഞങ്ങൾ ഗണിച്ചിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അല്ല, അങ്ങനെയൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, അതിനുശേഷം പിന്നെ നമ്മളങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. സിനിമ പരിപാടി കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഒരുമിച്ച് ഇപ്പൊ പടം ചെയ്യുന്നത്. ഇതില് എന്താ പറയാ, ഇപ്പൊ പ്ലാൻ പുതുക്കിയിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റിലാണ് മീൻ തലേ ദിവസം ആണ് എന്താ പറയുക നാളെ ഷൂട്ടുണ്ട് മീൻ അങ്ങനെ ഈ ക്യാരക്ടർ വെച്ച് പറഞ്ഞു വരുന്നത്. അതന്നെ എനിക്കൊരു സാഹസികമായിരുന്നു. ഇപ്പൊ വന്നു ഞാനാണ് ആദ്യം വന്നത്. ജീവൻ പറഞ്ഞ എല്ലാരും അവസാനത്തെ 3-4 ദിവസത്തിലാണ്. ചേട്ടനാണ് ഏറ്റവും ആദ്യം ഉള്ളത്. ഫസ്റ്റ് സ്ഥാനം അവിടെ എടുത്തു കഴിഞ്ഞു. അത് ഇല്ല. അപ്പൊ അങ്ങനെ എനിക്ക് അറിയില്ല കേട്ടോ. അതെ, ഇത് കഴിയട്ടെ. അപ്പൊ പ്രിയ എന്നുള്ള ക്യാരക്ടർ IT എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ക്യാരക്ടറാണ്. ഇവരുടെ കൂട്ടത്തിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ക്യാരക്ടറാണ്. അത്രയും നാൾ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് എത്തുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ എന്നിട്ട് പക്ഷെ ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്ന കുറെ ഒരു ക്യാരക്ടറാണ് അതിപ്പോ ക്യാരക്ടറായി മാറിയിട്ടുണ്ട്. മാറിയില്ലേ? അപ്പൊ അവരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഞാനും പെടുന്നു. അങ്ങനെ ക്ലൈമാക്സാ. എന്റെ ക്യാരക്ടറിന്റെ പേര് റോണി. റംസാൻ നേരത്തെ പറഞ്ഞു അവരുടെ ജീവിതത്തിൽ കുറച്ച് ആൾക്കാരുടെ ഇടപെടലുണ്ടാവുന്നു. അതെന്റെ ഇടപെടലാണ്. അതിൽ ഒരു ഇടപെടൽ ഒരെണ്ണം ഞാൻ എന്റെ വക. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി. സൂപ്പർ. അപ്പൊ കാശുള്ള വീട്ടിലെയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അഹങ്കാരമുണ്ട്. ഈഗോ ഉള്ള ആളാണ് ഞാൻ ജയിക്കണമെന്ന് വാശിയുള്ള ആളാണ്. ബാക്കി സ്ക്രീനിൽ ശേഷം സ്ക്രീനിൽ ഓഗസ്റ്റ് 8-ാം തീയതി. എന്റെ ഇടയ്ക്കിടയ്ക്ക് പറയാം. ക്യാരക്ടറാണ്. ഈ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പ്രമോ സോങ്ങില് ഞാൻ മാവേലിയായി വരാനുള്ള എന്റെ ഒരു കാരണം സിനിമയിലുണ്ട്. അങ്ങനെ ഒരു അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സിനിമയുടെ പാട്ടിലങ്ങനെ വരാനായിട്ട്. പിന്നെ പാട്ടില് എല്ലാരും പാട്ട് സിനിമ കഴിഞ്ഞിട്ടല്ലേ പാട്ടെടുത്ത്. പിന്നെ പാട്ടെടുത്ത് കഴിഞ്ഞിട്ട് സിനിമ എടുത്തതാണ്. അപ്പോ പിന്നെ ഞാൻ ഇതിലേക്ക് വരുന്നത് ഇതുപോലെ എനിക്ക് തോന്നുന്നു തൊട്ട് മുമ്പുള്ള ഡ്രാഫ്റ്റിൽ ഞാനുണ്ടെന്ന് തോന്നുന്നു. കാരണം രണ്ടാം സ്ഥാനം ആയിരിക്കും ചിലപ്പോ. അത് ആദ്യം ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് എന്നെ ഈ പ്രൊജക്റ്റിലേക്ക് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. പക്ഷെ കാസ്റ്റ് വേറെയായിരുന്നു. അതിനുശേഷം ബിബിൻ എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രോ അത് നടക്കില്ല, വേറെ എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഞാൻ ആ സിനിമ ആയിട്ട് വീണ്ടും വരും, അപ്പൊ നിങ്ങളെ വിളിക്കും, നിങ്ങൾ ഈ ക്യാരക്ടറിന് ഉണ്ടാവണം എന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സിനിമ വിളിക്കുന്നു. അന്ന് കാസ്റ്റൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. കുറെ കാസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ ബിബിനല്ല. പിന്നെ അതെ, പണ്ടത്തെ സിനിമ ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്തൊരു സിനിമയാണ്. സെറ്റിൽ വന്നപ്പോ സന്തോഷം ഇരട്ടി ചെയ്യും. കാരണം നമുക്ക് വലിയൊരു സൗഹൃദം. അതെ, എന്ന് പറഞ്ഞപ്പോ ചെറിയ ചെറിയ ഞാൻ വന്നിട്ട് ഇഷ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. എന്റെ കൂടെ നരേൻ ചേട്ടന്റെ കൂടെയാണ് ഞാൻ പേരായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ സാഹസത്തിൽ എന്ന് പറയുമ്പോൾ എന്റെ ലൈഫിലും ഉണ്ടാവുന്ന ഒരു ചെറിയൊരു സംഭവത്തിനായിട്ട് റിലേറ്റഡ് അങ്ങനെ ഒരു സംഭവം. അത്രേ ഉള്ളൂ. കൂടുതലേക്ക് പറയാറില്ല. എന്താന്ന് കൂടുതൽ പറയാൻ പാടില്ല. അറിയാത്ത നന്നായി. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് പടത്തിൽ. അതുകൊണ്ട് കേട്ടോ, അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നേരിട്ട് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലേ അതിന്റെ കൃത്യമായ കാര്യകാരണങ്ങൾ സഹിതം നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ.
ഇപ്പൊ ഇന്നാളെ ഇന്റർവ്യൂവിൽ ഇന്ന കാര്യം പറഞ്ഞു, അപ്പൊ കണക്ക് ഇങ്ങനെ കൂട്ടി തിരിച്ചു വരുമ്പോ ഒരു കഥ കിട്ടും. അതല്ല പടം, എന്നാലും കിട്ടില്ല, പറഞ്ഞാൽ കിട്ടത്തില്ല, പിന്നല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവരെല്ലാരും കുറച്ച് പറയുന്നത്. അധികം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറും ആ ക്യാരക്ടറിന്റെ പ്രശ്നങ്ങളും ആ ക്യാരക്ടർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും മനസ്സിലാവും, ഫേസ് ചെയ്യുന്നത് എല്ലാം എല്ലാം കിട്ടും. പടം ഇറക്കേണ്ടി വരില്ല ഹരി ഈ ഇന്റർവ്യൂയോട് കൂടി. ഹരി പറയൂ. ഹരി പറഞ്ഞോ. ഇനി നീമായിട്ട് അല്ല, എങ്ങനെ ഈ ഒരു സിനിമയിലേക്ക് ഏതൊരു പാർട്ടാണ്, ലൈക്ക് എപ്പോഴാണ് വരുന്നത്? എനിക്ക് എന്റെ നമ്പറൊന്നും അറിയില്ല, പക്ഷെ റംസാൻ വരുന്നതിന് കുറച്ച് മുമ്പ് അവനേക്കാളും റംസാനെ ഗൗരിയേക്കാളും സീനിയർ എന്തായിരുന്നു. ബിബിൻ ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് ഇതേപോലത്തെ പരിപാടി ഉണ്ടെന്ന് കഥ പറഞ്ഞു തന്നു, ഇൻട്രസ്റ്റഡ് ആയി. നല്ല അപ്പൊ ആദ്യം ഞാൻ കഥ ചോദിക്കുന്നത് കുഴപ്പമില്ല കേൾക്കാം. പിന്നെ കേട്ട് പിന്നെ ബാക്കി പ്രോസസ് സാധാരണ പോലെ പടത്തേക്ക് എത്തി. ഈ പടത്തിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ജോഷ വർഗീസ് എന്നാണ്. പക്ഷെ അതൊരിടത്തും പറയുന്നില്ല, ഇവരെല്ലാം പൊപ്പൺ. അത് ഒരു ടീച്ചറായിട്ട് കെട്ടിയാൻ പറ്റൂ, ഇത് വേറെ പടത്തിൽ പറയാനുള്ള ഒരു പടം. ഇവിടെ രണ്ടുപേരുടെ റൂംമേറ്റ് ആണ് ഞാൻ, ശബരിശേട്ടന്റെയും റംസാന്റെ റൂംമേറ്റ് ആണ്. അപ്പം ഇവര് രണ്ടുപേരും സത്യം പറഞ്ഞ റംസാൻ ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ പെട്ടുപോകുന്നവരാണ് ഞാനും ശബരിശേട്ടൻ. പിന്നെ എന്റെ എല്ലാരും പ്രശ്നം ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഈ പ്രശ്നത്തിന് ഇത്രയും പ്രശ്നങ്ങളെ ഒരു വ്യക്തി ഓവർകം ചെയ്യുന്നതാണ് അവന്റെ ലൈഫിലെ സാഹസം കൊണ്ട്. അത് റംസാന്റെ ലൈഫിൽ മാത്രമുള്ള ഒരു സാഹസമാണ്. നമുക്ക് അതിലേക്ക് ഫുൾ അത് പറഞ്ഞു നോക്കുക. കാര്യം എനിക്ക് വയ്യ സങ്കടം അങ്ങനെ കാണാം. അതാ കൊറേ. പക്ഷേ ഒരു കാര്യം പറയാം, ഇവിടെ ഇരിക്കുന്ന ഇത്രയും ക്യാരക്ടേഴ്സിന്റെ പ്രശ്നങ്ങളും അതിലൂടെ കടന്നു പോകുന്ന സിനിമകൾ എന്നൊക്കെ പറഞ്ഞു, സിനിമ എന്ന് പറഞ്ഞു. ഇനി കിടക്കുന്നു ഒരു അടുത്ത സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്, അവരുടെ പ്രശ്നങ്ങൾ വേറെ. നമ്മളിപ്പോ സംസാരിച്ചത് മുഴുവൻ ലോക്കൽ പ്രശ്നങ്ങളാണ്. ഇനി അധോലോക പ്രശ്നങ്ങൾ വരാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ വരാനുണ്ടെന്ന് അറിയാം. ഇനി കുറച്ച് ക്ലൈമാക്സ്, ഇനി അവരുടെ കാര്യങ്ങൾ വേറെ, ടോട്ടലി വേറെ കാര്യങ്ങളാണ്. നമ്മളെ കാര്യങ്ങൾ ചെറുതായിട്ട് ഓഡിയൻസ് ഒരു 4 ഇന്റർവ്യൂ ചേർത്ത് വെച്ചിട്ട് കഥ ഇറക്കും. റംസാൻ നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. കഥ പുറത്തു ടെൻഷനാണ്. അപ്പൊ സെറ്റിലെ ഏറ്റവും വലിയ സാഹസികൻ ആരായിരുന്നു? അത് റിനീഷായിരിക്കും. എല്ലാരും അങ്ങനെ ഏറ്റവും അലമ്പനായിട്ടുള്ള സാഹസികൻ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓ, അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. പറയാം ഇത്രയും പേര് ഇവിടെ ഇല്ലെന്ന് അങ്ങനെ വേണ്ട. ആരും അറിയാതെ നമ്മൾ കുഴിച്ചുവിടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരാളെ വേദനിപ്പിച്ചിട്ട് വ്യൂസ് കൂട്ടാൻ നമുക്ക് പറ്റും. അത് പെൺകുട്ടികൾ വെച്ച്. അപ്പൊ ശരിക്കും വർഷമാണ്. വേറെ എത്ര പെൺകുട്ടികളുണ്ട് ഇതിനകത്ത്? വർഷിച്ചി ആണ് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അയ്യോ, ഇല്ല വർഷിച്ചി ചെയ്യുന്നില്ല. അല്ല, ആരെങ്കിലും വിശ്വസിക്കുന്നത് അവിടെ ശരിക്കും നിങ്ങളെല്ലാരും കൂടെ ഫസ്റ്റ് പടമാണല്ലോ. മൂവി വന്ന ശേഷം, സെറ്റിൽ വന്ന ശേഷമാണല്ലോ നിങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്യുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ സജിനും കണ്ണൂർ സ്ക്വാഡിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ഒരു സീനിലും ഉണ്ട്. എല്ലാവരുമായിട്ട് ഇപ്പൊ ഇത്രയും പേരുമായിട്ട് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണല്ലോ ഫസ്റ്റ്. അപ്പം നിങ്ങളുടെ ഹോൾ സെറ്റ് ശരിക്കും ഈ പറഞ്ഞ പോലെ ഈ ഒരു വൈബാണോ? അത് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇതിനു വേണ്ടി ഈ പരിപാടിക്ക് വേണ്ടി അഭിനയിച്ചോണ്ടിരിക്കുക. ആദ്യമായിട്ട് കാണുന്നത് സെറ്റിലാണ്. എനിക്ക് ശബരിക്ക് മാത്രമേ കണക്ട്, കാരണം ശബരിക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് കോമൺ ഫ്രണ്ട്സും ഉണ്ട്. അതൊഴിച്ച് വേറെ ബാക്കി ആരെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഇപ്പോഴും അത് പറയുമ്പോഴേ നിങ്ങൾ ഏറ്റവും കൂടുതൽ സെറ്റിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചില്ലേ, ഇതൊരു 10-40 ദിവസം ഒരുമിച്ച് ഉണ്ടായ അതിന്റെ ഇരട്ടി സന്തോഷത്തിലായിരുന്നു. അതായിരുന്നു ഞങ്ങളെ വൈബ്. വൈബ് സെറ്റായി എല്ലാരും തമ്മില്. വാട്സാപ്പില് സാഹസത്തിന് മിനിമം ഒരു 7 ഗ്രൂപ്പുണ്ട്. ഒരു ദിവസം
അപ്പുറത്ത് മുറിയടച്ചിരുന്ന് ഗ്രൂപ്പ് ഉണ്ടാകുകയാണ്. അവരെ പ്രതികരിക്കണുണ്ട് ഞാൻ. ഓക്കെ, ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാം. സാഹസം സെഗ്മെന്റ്. ഓക്കെ, ഇത് ഇല്ലേ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. സാഹസമുള്ള ജീവിതത്തിൽ സാഹസം എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കറിയാം. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞോ. അല്ല, എനിക്കത് പറയണം. ഇനിയിപ്പോ പത്രത്തിലല്ലേ പറഞ്ഞോളൂ. അതിലൊന്നും കൂടി ചോദിച്ചോ? എല്ലാവരും പറയണോ കേട്ടോ. ഓക്കെ, ഈ സിനിമയില് നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സാഹസം. ഈ സിനിമയില് ഈ സിനിമയില് ഏറ്റവും വലിയ സാഹസം എന്ന് പറഞ്ഞാൽ ഞങ്ങള് 10 ദിവസം രാത്രി ഷൂട്ട് ചെയ്തതാണ്. ഞങ്ങള് കുറച്ച് ഇത്രയും പേരുണ്ട്. ജയശ്രീ വെച്ചു. ഞങ്ങളാണ് ഞങ്ങൾ ഈ സിനിമയിൽ ചെയ്ത വലിയ സാഹസം. അതിന് ആ രംഗങ്ങളൊക്കെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ ആയിരുന്നു. കുറച്ച് എപ്പോഴും സാഹസം തന്നെയാണ്. നമ്മള് ഹോളിവുഡ് പടങ്ങളെ പോലെ സേഫ്റ്റി ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. ടൈമിംഗ് ഒരുത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ അടി കൊണ്ടു. അത് നിസാര അടിയാണ്. അടിയൊക്കെ കാരണം കുറ്റിക്ക് വലിയ രീതിയിൽ ടൈം രാത്രി, അതായത് വൈകുന്നേരം 6 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ അല്ലെങ്കിൽ 7 മണി വരെ ആ രാത്രി ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്ത് ഫൈറ്റാ. താഴെ വീഴും, എഴുന്നേക്കണം, ഇടിക്കണം, ചവിട്ടണം. അത്ര എക്സോസ്റ്റഡ് ആയി ഒരു 10 ദിവസം. അതാണ് നമ്മളെല്ലാരും ഈ സിനിമയിൽ മാത്രമല്ല എല്ലാ സിനിമയിലും ഏറ്റവും റിസ്ക് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് സാഹസമായിട്ടുള്ള ഭാഗം തന്നെയാണ് ഫൈറ്റ്. എനിക്കിതുപോലെ ഒരു ഫുഡ് ചേസ് സീനുകൾ കുറച്ചുണ്ടായിരുന്നു. റണ്ണിങ്, ഓട്ടം ഉണ്ടായിരുന്നു. ഒരു സാഹസം. അതാ കോസ്റ്റ്യൂം ഇട്ട് ഓടി പത വന്നു എന്ന് പറയാം. അവിടെ നിക്കട്ടെ, ഇനി പറയണ്ട. എനിക്കുള്ള സാഹസം പാട്ടിനായിരുന്നു. എന്താ പറയാ, ആ ഒറ്റപ്പൊളി എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, അത് എന്താ പറയാ ലിറിക്സ് കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അതൊരു സാഹസമായിരുന്നു. അത് വലിയൊരു സാഹസമായിരുന്നു. പടത്തിനേക്കാൾ കൂടുതൽ സാഹസമായിരുന്നു ലിറിക്സ്. പടത്തിനേക്കാൾ കൂടുതൽ എന്നെ സംബന്ധിച്ചതായിരുന്നു. അപ്പൊ ഞങ്ങള് ഇരുന്ന് എന്താ തലേദിവസം ഷൂട്ട് തലേദിവസം രാത്രി പോയിരുന്ന് അത് കേൾക്കുന്നു, അതിനൊപ്പം സ്റ്റെപ്പ് അങ്ങനെ പഠിക്കുന്നു. അതായിരുന്നു അയ്യോ, അത് നമ്മൾ ആക്ച്വലി ഫെജോ വീഡിയോയിൽ വരേണ്ടതായിരുന്നു. പക്ഷെ പുള്ളിക്ക് പ്രോഗ്രാം ആയിരുന്നു, എവിടെ കുറച്ച് ഡിലേ വന്നു. സോ എൻ്റെ സബ് ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഫെജോ അല്ലെങ്കിൽ ആ പോർഷൻ മാവേലി ചെയ്യും എന്നുള്ളതായിരുന്നു. പുള്ളി അത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ റാപ്പ് മൊത്തം. അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. റാപ്പ് ഞാൻ ചെയ്ത കിടിലായിരിക്കും. അല്ല, തമാശ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിട്ടിട്ട് പോയാലോ അതെന്റെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടല്ല. അതിനെ കുറച്ച് ക്യാമറ മൂവ്മെന്റ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നുകൊണ്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോ അടുത്തേക്കായിട്ട് നല്ല രസമുള്ള ഷോട്ടുകളാണ്. അതിലിങ്ങനെ വരണോ പാട്ടിൽ പോക്കെയൊക്കെ ഇട്ട്. നിങ്ങളും എല്ലാവരുടെ ഏകദേശം ഒരേപോലത്തെ സാഹസമായിരുന്നു ആ ഫൈറ്റ് സീക്വൻസ്. ഞാൻ ഈ പടത്തിൽ ജീവൻ എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ തീരുമാനിച്ച സാഹസമായിരുന്നു. എന്റേത് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വണ്ടി ഓടിക്കേണ്ടി വന്നു. അത് ഞാൻ അങ്ങനെ കറക്റ്റ് പറയുന്നില്ല. അപ്പം അതെനിക്കൊരു സാഹസമായി തോന്നി. ഞാൻ വിചാരിച്ചു ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്ന്. കാരണം ഞാന് എനിക്ക് ഡ്രൈവിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണ്. പക്ഷെ അപ്പൊ അത് ഞാൻ വിചാരിച്ച പോലെ നല്ല ഡയറക്ടറും ആൾക്കാരും വിചാരിച്ച പോലെ അത്രയും ഒരു പേസിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ അടിപൊളിയാണ്. അത് ഞാൻ ശബരി ചേട്ടാ അല്ല അതല്ലേ പറഞ്ഞേ, എനിക്ക് മോശമായിട്ട് തോന്നിയില്ല, അവർക്ക് മോശമായിട്ട് തോന്നിയില്ല പറഞ്ഞപ്പോ. അങ്ങനെ അവർക്ക് മോശമായിട്ട് തോന്നിയില്ലായിരിക്കും. അപ്പൊ അത് എനിക്ക് സാഹസമായിരുന്നു. അത് അല്ല, എനിക്കിതില് ഒരു മതില് ചാടി കടക്കേണ്ട ഒരു സീനുണ്ടായിരുന്നു. റംസാന്റെ ടൈമിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയിരുന്നെങ്കിൽ എന്റെ നടുവടിഞ്ഞ് തറയിൽ കിടക്കുമായിരുന്നു. പക്ഷെ പാളിയില്ല, അത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അതില് സാഹസം എന്താന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മൊത്തം ഒരു വെളുപ്പിന് 2 മണി 3 മണി ആ സമയത്താണ്. നമ്മൾ ഓൾറെഡി എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുമായിരിക്കും. പിന്നെ ഈ പറയുന്ന മതിലുള്ള ബാലൻസ് തിരിച്ച് ചാടണം, കറക്റ്റ് സ്ഥലത്ത് ലാൻഡ് ചെയ്യണം, ലൈറ്റ് ഇതിനെല്ലാം വെച്ചിട്ടുള്ള പരിപാടീസ് ആയിരുന്നു. അങ്ങനെ കുറച്ച് സാഹസം ഹരിയുടെ വകയുണ്ടായിരുന്നു. വേറെ ആരെങ്കിലും വിളിക്കണോ ഇനിയിപ്പോ കുറച്ചും കൂടി സാഹസം? ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിട്ട് ചെയ്തിട്ട് പണി കിട്ടിയിട്ടുള്ള ഒരു സാഹസം ചെയ്തെല്ലാം പണിയില്ലേ? ജീവിച്ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാവും ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ചെയ്തിട്ട് പണി കിട്ടിയ ഇതിപ്പോ ഏത് പറയണമെന്നൊക്കെ ചെയ്തിട്ടുണ്ട്, പണി കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. വലിയൊരു സാഹസം ചെയ്തിട്ടുണ്ട്, പുറത്ത് പറയാനും പറ്റില്ല. അങ്ങനത്തെ സാഹസം ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം പിൻവലിക്കാമോ? ഈ പുറത്തു പറയാൻ
ആർക്കും പറ്റില്ല. ആ ബസ് റണ്ണിന് വേണ്ടിട്ട് ലവ് ലെറ്റർ കൊടുത്തിട്ട് അത് ടീച്ചറിന്റെ കൊണ്ട് കൊടുത്ത് അതൊക്കെ ഉണ്ട്. അതൊക്കെ സിമ്പിൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരു ഉത്തരല്ലേ കുട്ടി പ്രതീക്ഷിച്ചത്? തന്നില്ലേ? സന്തോഷമായില്ലേ? അങ്ങനത്തെ ഉത്തരവാണ് പ്രതീക്ഷിച്ചത്. അല്ല അത് ഞാൻ അടുത്ത ചോദിക്കാൻ വരും. അതൊരു ചോദ്യമായിരുന്നോ? ഈ കുട്ടിയുടെ ലൈഫില് സാഹസം അല്ല അറിയാം. ഒരു ചോദ്യത്തിലെങ്കിലും ഉത്തരം പറഞ്ഞു. ഇല്ല, ഞാൻ അങ്ങനെ സാഹസം ചെയ്യുന്ന ആളല്ല. ഭയങ്കര ഈസി അങ്ങനത്തെ ഈസി. അത് വന്നിരുന്നപ്പോ എന്നോട് ഇൻട്രോ പറയാൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഭയങ്കര ഈസിയാണ് പറഞ്ഞോളാം. വെറൈറ്റിക്ക് വേണ്ടി പറയാൻ പറ്റുമോ ചോദിച്ചതാ. ഓ അങ്ങനെയാണോ? ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തിരിച്ചു വരുന്ന ഉത്തരം തിരിച്ചു പറയണം. ഈ ലിസ്റ്റിലുള്ള എല്ലാ ചോദ്യങ്ങളിലും ഉത്തരം. ഓക്കെ, അടുത്തത് ഇപ്പൊ പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. എന്നാലും എല്ലാവരും ഉത്തരം പറയണം. ഗേൾ ഫ്രണ്ടിനെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തൊരു സാഹസം. പക്ഷെ കാർത്തികാണായിരുന്നു. എല്ലാരും ഓർക്കുവാണോ ആലോചിക്കാണോ? ചോദ്യങ്ങൾ പറയാതെ സർപ്രൈസ് കൊടുക്കാൻ പോയിട്ടുണ്ട്. ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു സാഹസം, ഭയങ്കര സാഹസികമായിട്ട് ചെയ്ത് തെളിവുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ പറ. ടാറ്റു അടിച്ചതല്ലേ പറയാവുന്നേ? അല്ലേ? അത് ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറയല്ലേ. സാഹസമല്ലല്ലോ. ഞാൻ ബ്രേക്കപ്പ് ആയത് എന്നിട്ട് ബാർക്കോഡ് ആക്കിയില്ലേ? ഞാൻ നമ്പറൊക്കെ ഉണ്ട് സ്കാൻ ചെയ്യാൻ. ഉണ്ടോ? ആലോചിക്കുക. അടുത്തത് മറ്റേ വേറൊരാള് ചെയ്യുന്ന കണ്ടിട്ട് ഇത് ഭയങ്കര ഭയങ്കര തോന്നിയിട്ടില്ല. പൊളിച്ചു അല്ലേ? തോന്നിയിട്ടുള്ള കാര്യമാണോ? പറവാ. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ഈ അടുത്ത് ഞാൻ സെയിലിങ്ങിന് പോകുന്ന ഒരു കപ്പിൾസിന്റെ ഒരു സംഭവം കണ്ടായിരുന്നു. അമൃത എന്നൊക്കെ പറഞ്ഞിട്ട് സെയിലിംഗ് അമൃത. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുമ്പോ അവരുടെ ഇന്റർവ്യൂക്ക് ഇരുന്ന് കണ്ടപ്പോഴേ അതായത് ഭയങ്കര ഒരു സാഹസികമായിട്ടുള്ള ലൈഫ്. അവര് ഫുൾ സെയിൽ ചെയ്ത് പോവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. അപ്പൊ ഞാൻ ഓർത്തു വാട്ട് എ ഹാപ്പനിങ് ലൈഫ്. എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടം. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. എനിക്ക് അതൊക്കെ ഇഷ്ടം. എനിക്കതുപോലെ ലാലേട്ടൻ സിനിമകളിൽ വണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ നരസിംഹത്തിൽ ഒരു ഷോട്ട് ഇപ്പോ വരുന്നുണ്ട്. കറക്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്ന് കറക്റ്റ് ടൈമിങ്ങിന് ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന സ്ഫടികത്തിൽ ഒരു ആനപ്പുറത്തിരുന്ന് വരുന്ന ഒരു സീനില് എത്ര കാലമായിട്ട് ഈ ആനയുടെ പുറത്ത് ഇയാൾ കയറുന്നതാണെന്ന് തോന്നുന്ന രീതിയിൽ ലോറി ഓടി അത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് അത്ഭുതം തോന്നുന്നു. ലാലേട്ടൻ പണ്ടോട്ടേ അഭിനയം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു ആക്രോബാറ്റിക് ഇത് ഉണ്ട്. ചില സീറ്റിൽ നിന്നൊക്കെ എഴുതുന്നതും ഇറങ്ങുന്നതൊക്കെ ഒരു എക്സ്ട്രാ. വണ്ടി ഉപയോഗിക്കുന്നത് വണ്ടികൾ പല പല വണ്ടികൾ ആന ഒരു അടക്കമുള്ള പലതരത്തിലുള്ള വണ്ടികൾ ഉപയോഗിക്കുന്നത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഷോട്ട് എടുക്കുമ്പോഴായിരുന്നു എനിക്കതാണ്. ഫ്ലിപ്പൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് റംസാന്റെ കാട്ടുവേലി ഫ്ലിപ്പ് റംസാന്റെ കാട്ടുവേലി കണ്ടപ്പോ എനിക്ക് തോന്നിയില്ല. അതൊരു ഐറ്റം, അതൊരു സാഹസികം. കാര്യം നമുക്കത് എനിക്കത് പറ്റത്തില്ലെന്നാണ് എന്റെ. ചിലപ്പോൾ പഠിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് കാണുമ്പോ അത് സാഹസികമായിട്ട് തോന്നാറ്. നിന്നിട്ടില്ലൊക്കെ നിന്ന് അതായത് കഴിഞ്ഞ ഒരു കുറച്ച് മുന്നേ റംസാൻ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. റീഡിങ് വന്നത്, അതായത് ദുബായിലെ ഏത് പ്രോഗ്രാമിന് പോയപ്പോ നീ സ്റ്റേജിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഓഡിയൻസിക്ക് വന്നു. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ എന്താ കാണിക്കുന്നത്. കാരണം ചെറിയൊരു സാധനം വന്ന് നമ്മൾ നടുവിന് പ്രശ്നം വരാന്. അപ്പം പരിപാടിക്ക് റംസാൻ കോളേജിൽ നിന്ന് ഫ്ലിപ്പ് അടിച്ചു. ആ സമയത്ത് അത് പാളിയിരുന്നെങ്കിൽ ഇല്ല, അതിനൊക്കെ പാടത്തും പറമ്പത്തും ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ കടപ്പുറത്തൊക്കെ. എത്ര പ്രാവശ്യം ചെയ്താലും നമുക്ക് ചില ഇത് സമയത്ത് റിഫ്ലെക്സ് ആവും. മെമ്മറി പവറിൽ കയറും. മെമ്മറി ഒരു പ്രശ്നം വരാണ്ടിരിക്കട്ടെ കേട്ടോ. ആ വീഴുമ്പോ സ്ഥലത്ത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ. കാരണം ഇപ്പം കറക്റ്റായിട്ട് വീഴും, മനസ്സിലായില്ലേ? ഇവന്റെ കാര്യം ടെൻഷൻ വേണ്ട, അവൻ അടവ് പഠിച്ചാണ്. ഇതുപോലെ ഞാൻ നമ്മൾ ഈ ഡാൻസിൽ ഈ ഫ്ലിപ്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പുറത്ത് ബ്രസീലിലൊക്കെ ഉള്ളൊരു പുള്ളിയുണ്ട്, കപ്പുവാര സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പുള്ളിയുടെ ഫ്ലിപ്സ് കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആയത്. ഭയങ്കര ഹൈറ്റ് ആണ് ഫ്ലിപ്സിന്, സേഫ് ലാൻഡിങ് ആണ്, ഫെദർ ടച്ചിങ് എന്ന് പറയും. നമ്മള് കാല് ഫ്ലോറിൽ എയറിൽ നിന്ന് ലാൻഡ് ചെയ്യുന്നത് അവർ അറിയ പോലില്ല, അത്ര സോഫ്റ്റ് ആയിരിക്കും. സോ അത് കണ്ട് ഇൻസ്പയർ ചെയ്തതാ. അതെനിക്ക് ഭയങ്കര ആദ്യം സാഹസമല്ല, അത് ആദ്യം അത്ഭുതമായിരുന്നു. ഇത് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, മനുഷ്യനല്ലേ എന്നൊക്കെ തോന്നാറുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലായി നമുക്കും പറ്റും. ഇനിയിപ്പോ ജീവ പറഞ്ഞാൽ ജീവ പ്രാക്ടീസ് ചെയ്ത് ജീവിക്കാൻ പറ്റും.
ഇതൊക്കെ പ്രാക്ടീസിനോട് Practice ആണ്. എടുക്കാൻ പറ്റുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. മൈൻഡിനെ ട്രെയിൻ ചെയ്യുകയാണ്. ശബരീഷ് ചേട്ടന് അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? ലൈക് വേറെ ഒരാൾ വാവോ ഇതെന്ത് സാഹസം. എനിക്ക് ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ കേട്ടപ്പോൾ വാ എന്ന് പറഞ്ഞൊരു ഭയങ്കര സാഹസിക കഥകൾ. വേറെ ആളുടെ പറയണം. ഇനിയിപ്പോ ഇവരുടെ പറയാമോ? ഇവരെന്ത് അല്ല, സാഹസികമായിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്ന കുറെ സംഭവങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇവർ പറഞ്ഞല്ല, പല സംഭവങ്ങളും ഡാൻസ് ചെയ്യുന്നതാണെങ്കിലും ഈ ടോം ക്രൂസ്, ബുർജ് ഖലീഫ അങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് ആയിട്ട് ചാടുന്നത്, ഈ ബഞ്ചി ജമ്പിങ് അടക്കം. ഞാനിപ്പോ വേറെ ഈ ബഞ്ചി ജമ്പിങ് ഒക്കെ കണ്ടിട്ട് ആ ഒരു അഡ്രിനാലിൻ റഷ് വാവടിക്കാനേ നേരമുള്ളൂ. ശബരീഷ് ഉണ്ടല്ലോ, ശബരീഷ് സ്റ്റേജിൽ ആളുകളെ എന്റർടൈൻ ചെയ്യുന്നത് എനിക്ക് എത്ര പേരുണ്ടെങ്കിലും വിഷയമല്ല എന്നുള്ള രീതിയിൽ ശബരീഷ് ഈ നമ്മുടെ സാഹസത്തിന്റെ വീഡിയോസ് എടുത്തൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ശബരീഷിന്റെ പരിപാടികൾ. അതോടുകൂടി പരിപാടി നിർത്തുന്നു. ഓഗസ്റ്റ് 8 മൂവി റിലീസ് ആവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫൈനലായിട്ട് മൂവിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇപ്പം പറയുന്ന പോലെ ഓഡിയൻസ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. സിനിമ ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ചെലവര് അത്രയും പണിയെടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലി അടുത്തും എല്ലായിടത്തും പറഞ്ഞ് ഷെയർ ചെയ്യുക. ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്രൂ. സോ വലിയ ഫേസ് വാല്യൂ ഉള്ള ആൾക്കാർ അധികം ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ സിനിമ അടിപൊളിയായിരിക്കും എന്ന് നമ്മൾ എന്തായാലും വിശ്വസിക്കുന്നു. അത് നിങ്ങൾ കണ്ടിട്ട് പറ. എന്നിട്ട് നിങ്ങൾ ഓഗസ്റ്റ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ ഫ്രണ്ട്സിനോട് ഫാമിലിയോട് പറ. താങ്ക് യു.